താഴ്മയാണ് ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. അല്ലെ, എന്നെല്ലാവരും ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് വിചാരിക്കലല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ല വേണ്ടത്. മഹാനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ചില ഏജൻസികളുണ്ട്, ശൈഖാണെന്ന് പറഞ്ഞ് പലരെയും പരിചയപ്പെടുത്താനുള്ള ഏജൻസികളുണ്ട്. അവര് പലപ്പോഴും ജനങ്ങളെ പറ്റിക്കും. അവര് പറ്റിച്ചിട്ട് എന്ത് ചെയ്യും? ആലിമീങ്ങളെ ഒന്നും സ്വീകരിക്കണ്ട, അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയൊന്നും വേണ്ട, പിന്നെ നമുക്കെന്തിനാ സംഘടന എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരാലോചിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ്. അൽഹംദുലില്ലാ, കേരളത്തിൽ നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ ഒരു പണ്ഡിത സഭയുടെ ഒരു എളിയ പ്രവർത്തകനാണ്. അതേസമയത്ത് വേറെ ഒരു പണ്ഡിത സഭയുണ്ട്, അതും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സഭ തന്നെയാണ്. അതിലുള്ള ആലിമീങ്ങളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ടാകാം. എല്ലാം അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഖൽബിലേക്കാണ്. ഇഖ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിന് പ്രതിഫലം ഉണ്ടാകും. ഇഖ്ലാസ് ഇല്ലാതെ സ്ഥാനവും മാനവും കിട്ടാനാണോ അതിനനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ അതുണ്ടാകും. അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇഖ്ലാസാണ് ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ അത് വെറും എല്ലാ പ്രവർത്തനങ്ങളും ശവങ്ങളാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിലേ അതിന് ജീവനുള്ളൂ. പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ അതിന് ജീവനുള്ളൂ. മഹാനായ ഇമാം ഇബ്നു അത്താഇൽ സിക്കന്ദരി റളിയല്ലാഹു അൻഹു അതല്ലേ അവിടുത്തെ ഹിക്മയിൽ പറഞ്ഞത്, അൽ അമാലു സുവറുൻ ഖായിമത്തുൻ, പ്രവർത്തനങ്ങളെല്ലാം അമലുകളെല്ലാം ഒരു നിൽക്കുന്ന ബോഡികൾ മാത്രമാണ്, രൂപങ്ങൾ മാത്രമാണ്. വഅർവാഹുഹാ സിറുൽ ഇഖ്ലാസി ഫീഹാ, ആ പ്രവർത്തനങ്ങളുടെ ശരിയായ ആത്മാവെന്ന് പറയുന്നത് സിറുൽ ഇഖ്ലാസി ഫീഹാ, അതിൽ പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുക എന്ന രഹസ്യമാണ്. അതാണ് റൂഹ്. അതില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒന്നിലധികം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഈ സ്റ്റേജിലും സദസ്സിലും രണ്ട് സംഘടനകളിലും വെവ്വേറെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അള്ളാഹു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ച് നല്ല പ്രവർത്തകന്മാരെയും സംഘടനയൊക്കെ വളർത്തുന്നതിന് മുമ്പുള്ളൊരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് എല്ലാ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരും ചിന്തിക്കണം. മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ വലിയാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടോ? എത്ര വലിയ ആലിമീങ്ങളാണ് മഹാനവറുകളുടെ ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, സദഖത്തുൽ മുസ്ലിയാർ, കീഴന ഉസ്താദ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള എത്ര ആലിമീങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാണ്. ഈ പൂക്കോത്ത് ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട കാങ്ങാട്ട് കുഞ്ഞബ്ദുൽ മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹും, അവർക്കൊക്കെ അല്ലാഹു അവരുടെ ഖബറിൽ ദറജ കൊടുക്കട്ടെ. അങ്ങനെയുള്ള മഹാന്മാർ ഈ പാനൂരിൽ എത്രയോ കാലം ദർസ് നടത്തിയ ആളാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു. ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഓതിപ്പടിച്ച ഒരു സ്ഥാപനം, അവിടുത്തെ ഗുരുനാഥനാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ. ആ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, പേര് ഹാജി എന്നാണ് വിളിക്കാറ്, അവരുടെ ശിഷ്യനാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ. അവരുടെ ശിഷ്യൻ തന്നെയാണ് ഉള്ള ഔലിയാക്കളെയും അമ്പിയാക്കളെയും മുഹജ്ജത്തും കറാമത്തും ഇസ്തിഗാസയും തവസ്സുലും ബറക്കത്തും ഒക്കെ ചോദ്യം ചെയ്താണ് കെ എം മൗലവിയും. അതേ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹിദായത്ത് പോയി. അദ്ദേഹം പുത്തൻവാദിയായി പോയി. അദ്ദേഹം കറാമത്ത് നിഷേധിയായി പോയി. അതുകൊണ്ട് തന്നെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഇരിക്കുന്ന സ്റ്റേജ്, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ഇരിക്കുന്ന സ്റ്റേജ്, അവിടുന്ന് അധ്യക്ഷനായ സ്റ്റേജ്, നാദാപുരത്ത് സംവാദം നടക്കുമ്പോൾ കെ എം മൗലവിയും കക്ഷികളും ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർക്കെതിരെ പറയാൻ വന്നിരിക്കുകയാണ് കാളവണ്ടിയിൽ കിതാബുമായിട്ട്. അവിടെ നിന്നാണ് പിന്നെ ലാത്തങ്കത്തിയു കറാമത്തുൽ ഔലിയായി, ഔലിയാക്കളെ കറാമത്ത് മരണം കൊണ്ട് നിന്ന് പോവില്ല എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അതൊന്ന് രഹസ്യമാക്കി വായിച്ച് ആളുകളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ നാദാപുരത്തെ വലിയ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അതിനെ പിടികൂടി ചോദ്യം ചെയ്തത്. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അത് വായിച്ചു പിടിക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവர்கள் ഓതിപ്പടിച്ച ഒരു സ്ഥാപനം,
ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ ശേഷം ദർസ് നടത്തി മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക് ഓതി കൊടുത്ത സ്ഥാപനം. കണ്യത്ത് ഉസ്താദ് അവറുകൾ മഹാനായ താജുൽ ഉലമ, അതേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾക്ക് കിതാബ് ഓതിക്കൊടുത്ത സ്ഥാപനം അതാണ് വാഴക്കാട് ദാറുൽ ഉലൂം. ആ വാഴക്കാട് ദാറുൽ ഉലൂം സ്ഥാപനം ഇന്ന് ആരുടെ കയ്യിലാണ്? അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലാണ്. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളി പഠിക്കുമ്പോൾ എനിക്ക് കുറെ മറ്റ് മദ്ഹബുകളിലുള്ള കിതാബുകൾ നോക്കേണ്ട ഒരു അവസരമുണ്ടായി. അന്ന് പല കിതാബുകളും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ അവിടെ പോയി താമസിച്ച് കിതാബ് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവിടുത്തെ മാനേജർ ഒരു ജമാഅത്തുകാരനാണ്. അദ്ദേഹത്തെ അവിടുത്തെ നമ്മളെ SSFന്റെ കുട്ടികൾ സ്വാധീനിച്ചിട്ടാണ് എനിക്ക് കിതാബ് നോക്കാൻ അവസരം കിട്ടിയത്. ഇന്നും അവരെ കയ്യിലാണ് ആ സ്ഥാപനം. അതെന്തുകൊണ്ട് സംഭവിച്ചു? പോകട്ടെ, മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകളുടെ അനുസ്മരണം നടക്കുന്ന മാസമാണിത്. താജുൽ ഉലമയും നൂറുൽ ഉലമയും അനുസ്മരിക്കുന്ന മാസമാണിത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മർഹൂം ബാഫഖി തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള വലിയ വലിയ മഹാന്മാരുടെ പ്രവർത്തന ഫലമായി കോഴിക്കോട് പാളയം മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പള്ളി നിർമ്മിച്ചു. ആ പള്ളി ഇപ്പോൾ മുജാഹിദിന്റെ കയ്യിലല്ലേ? അതിന്റെ അപ്പുറത്ത് അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഷാദിലി പള്ളി നിർമ്മിച്ചു. അതിന്ന് പുത്തൻവാദിയുടെ കയ്യിലല്ലേ? ഇനി അതിന്റെ ഇപ്പുറത്ത് അതേ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി A ക്ലാസ് സുന്നിയായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി പട്ടാളപ്പള്ളി നിർമ്മിച്ചു. ആ പള്ളി ഇന്ന് പുത്തൻവാദിയുടെ കൈവശത്തിലല്ലേ? അവിടെ ഒരു മുഹീദ്ദീൻ റാത്തീബ് ചൊല്ലാൻ പറ്റുമോ? അവിടെ ഒരു ഷാദിലി റാത്തീബ് ചൊല്ലാൻ പറ്റുമോ? അവിടെ ഒരു മൗലിദ് ഓതാൻ പറ്റുമോ? പോകട്ടെ, അവിടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നിയ്യത്തുണ്ടോ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയത്? നമുക്ക് സംഘടനാശക്തി ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അന്ന് നമുക്ക് സംഘടനാശക്തി ഇല്ലായിരുന്നു. ഇന്നതുപോലെ എന്തേ നമ്മളെ പള്ളി നഷ്ടപ്പെടാത്തത്? കുറ്റിയാടിയിൽ 11 മഹല്ലുകളിൽ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടു പോയില്ലേ? ഇപ്പോഴെന്തേ ഒറ്റ നഷ്ടപ്പെടാത്തത്? അതിന്റെ കാരണം സുന്നികൾ സുശക്തരാ. അവർ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാ. അതൊന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ, അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളി പഴയ കാലത്ത് പിടിച്ചതുപോലെ ഇന്ന് പിടിക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മദ്രസ പിടിക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനം പിടിക്കാൻ കഴിയില്ല. ഈ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികൾ ദിനേന നഷ്ടപ്പെട്ടേനെ, നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടേനെ. ഞാൻ പറഞ്ഞില്ലേ, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഓതിപ്പടിച്ച സ്ഥാപനം മറ്റൊരാളെ കയ്യിലായില്ലേ? ഇന്നങ്ങനെ പോവില്ല. കാരണം അവിടെ ചോദ്യം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുണ്ടാകും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത്, ഈ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട്. അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോൾ പറയും, എന്തിനീ സംഘടന വേണമെന്നുണ്ടോ? സ്വർഗത്ത് കടക്കാൻ നമ്മളങ്ങ് നന്നായി നടന്നാൽ പോരെ, ഒരു ശൈഖ് ഉണ്ടായാൽ പോരെ. അങ്ങനെയൊന്നും മതിയാവില്ല. ഓരോ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനിനെ നശിപ്പിക്കുന്ന കാലമാണിത്. അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ ദീനിനെ നിലനിർത്തണം. അവിടെ ഞാൻ പറയാണ്, ഇങ്ങനത്തെ സദസ്സ് പലപ്പോഴും നമ്മുടെ സംഘടനയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത നല്ല മനുഷ്യന്മാർ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സദസ്സാണ്. കാരണം അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു, മൂസ മുസ്ലിയാരെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു അവരെ സ്നേഹിക്കുന്നു, അതുപോലെ വടകര മുഹമ്മദ് ആജി തങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ വന്നെത്തുന്ന മേഖലകളാണ് ഇത്തരത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ സദസ്സുകൾ. മൂസ മുസ്ലിയാരെ സ്നേഹിച്ച് വരുന്നതാണ് ഇവിടെ ആൾക്കാർ. പറഞ്ഞ ഞാൻ വന്നതും അങ്ങനെയാണ്, നിങ്ങൾ വന്നതും അങ്ങനെയാണ്. അങ്ങനത്തെ സദസ്സുകളിലുള്ളവരും ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന, അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് തമ്മിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തമ്മിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കയറി വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ മുസ്തഫ ഹാജിയെയാണ്. അദ്ദേഹം എൻ്റെ സംഘടനയുടെ പ്രവർത്തകനല്ല, പക്ഷേ എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം. സിറാജുലുദ്ദീൻക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം. എന്തുകൊണ്ട്? അദ്ദേഹം അവിടെ സംഘടന നോക്കിയിട്ടില്ല. അദ്ദേഹം നോക്കിയത് ദീനിന് ഉപകരിക്കോ ഇല്ല എന്നാണ് നോക്കിയത്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോഴത് ഇവിടെ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു. സിറാജുൽ ഹുദയെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തു. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, കേടോ, നീ കാണുന്നുണ്ടോ ഈ ബിൽഡിംഗ് മുഴുവൻ നീ കാണുന്നുണ്ടോ?
നിനക്ക് ഒരു ചെറിയ ഒരു മൂത്രപ്പുര ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നിനക്കൊരു ചെറിയ മൂത്രപ്പുര ഉണ്ടാക്കാൻ കഴിയുമോ? ഈ കാണുന്ന കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ആ സംഘടനയുടെ ആളുകൾ മാത്രമാണോ? അല്ലല്ലോ. എല്ലാ സംഘടനയിലുള്ളവരും പഠിക്കുന്നില്ലേ? മുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ? അമുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ? എല്ലാവരും പഠിക്കുന്നില്ലേ? ഇത് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ? അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിനിടങ്കോലിടാനാണോ നീ ഹർജി കൊടുക്കേണ്ടത് എന്ന് ആ ഹർജി കൊടുത്ത ആളോട് വിളിച്ചു ചോദിച്ചു അദ്ദേഹം. ഞാനിത് പറയാൻ കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. സംഘടന 1 or 2 എത്രയെങ്കിലും ആകട്ടെ, നല്ലത് ചെയ്യുമ്പോൾ തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം, ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കരുത്. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കരുത്. ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അപ്പൊ നമ്മൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ബഹുമാന